ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരം തണുപ്പിക്കാൻ പറ്റിയ ഒരു നല്ല ജ്യൂസുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നാരങ്ങ ഇഷ്ടമാണല്ലോ. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ചൂട് കുറച്ച് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ജ്യൂസ് കുടിക്കുന്നത്. ഇത് ഈ വേനൽക്കാലത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനും. ഇതിന് വേണ്ടുന്നത് ഒരു നാരങ്ങ, ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1-2 പേർക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു നാരങ്ങ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇതൊന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് വേണം ഇടാൻ. ഒരു കഷ്ണം ഇഞ്ചി. പിന്നെ നമ്മൾ മധുരത്തിന് ചേർക്കുന്നത് പഞ്ചസാരയല്ല, തേനാണ്. ഇത് ചെറുതേനാണ്. ഇതൊരു 2 സ്പൂൺ. അതായത് നമ്മുടെ സ്വീറ്റ്നെസ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചിട്ടാണ് കുടിക്കുന്നത്. അത് ഈ നാരങ്ങ പിഴിയാം. നാരങ്ങ പിഴിഞ്ഞു. ഇതിലേക്ക് ഈ ചതച്ച ഇഞ്ചി അത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി അതിനകത്ത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ചതച്ചിട്ടിടണം. ഇനി ഇതിൽ വെള്ളവും ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ അതും ഇടാം. വെള്ളം ഒഴിക്കാം. ലാസ്റ്റിൽ അരിച്ചൊഴിക്കണം. ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സും കൂടി ഇടാം. ഞാൻ ഇപ്പോൾ ഇടുന്നുണ്ട്. ഐസ് ക്യൂബ്സ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് അല്പം തേനും കൂടി ചേർക്കാം. മധുരം ഇപ്പോൾ കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇടുന്നത്. ഇതൊന്ന് അരിച്ചൊഴിക്കാം. എൻ്റെ ഈ കയ്യിൽ ഫോണാട്ടോ, അതുകൊണ്ട് ഞാൻ വെച്ചിട്ട് അരിച്ചൊഴിച്ചിട്ട് വരാം. ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ നോക്ക്, കാണാൻ എന്ത് ഭംഗിയാണ്. ഇനി ഇതൊന്ന് കുടിച്ചാൽ മാത്രം മതി. ഞാൻ പതുക്കെ ഒന്ന് കുടിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ ഈ ചൂട് കാലത്ത് മോരും വെള്ളം, നാരങ്ങ വെള്ളം, എല്ലാ രീതിയിലുള്ള വെള്ളവും കുടിക്കണം. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനാണ്. നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലതാണ്. എല്ലാവരും ഉപയോഗിച്ച് നോക്കുക.